റാഷണൽ നമ്പേഴ്സിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഡിവിഷൻ പോലെയുള്ള ഓപ്പറേഷൻസ് അത് എങ്ങനെയൊക്കെയാണ്, അതിന്റെ ഫോർമുലാസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഡിനോമിനേറ്റർ കോമൺ ആക്കുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്, റെസിപ്രോക്കൽ എടുത്ത് ഡിവിഷന്റെ കേസിൽ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സോ റാഷണൽ നമ്പേഴ്സിന്റെ കേസ് നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം. ഇറാഷണൽ നമ്പേഴ്സ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. P/Q എന്ന് പറയുന്ന ഫോമില് എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ് ഇറാഷണൽ നമ്പേഴ്സ്. അഥവാ അവ നമ്പർ ലൈനിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ബേസിക്കലി സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് ഒക്കെ വരുന്ന നമ്പേഴ്സ് ആണ് യൂഷ്വലി ഇറാഷണൽ നമ്പേഴ്സ് ആയിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരുപാട് നമ്പേഴ്സ്, ഇൻഫൈനൈറ്റ്ലി മെനി ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, എല്ലാ നമ്പേഴ്സ്, അതായത് ബാക്കി നമ്പേഴ്സിനെ പോലെ തന്നെ ഈ കാണുന്നതും ഇൻഫൈനൈറ്റ്ലി മെനി നമ്പേഴ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു സെറ്റ് മാത്രമല്ല, അതിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉള്ളതാണ് പൈ, ഇ എന്നൊക്കെ പറയുന്ന ഇറാഷണൽ നമ്പേഴ്സ്. എനിവേ, ഞാൻ കുറച്ച് ഓപ്പറേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കൊരു ബേസിക് റൂൾസ് ഒന്നും ഇതിൽ പറയാനില്ല. കാരണം ഇറാഷണൽ നമ്പേഴ്സ് ബാക്കി നമ്മൾ ഇതുവരെ ചെയ്ത പോലെ നമ്പേഴ്സിനെ പോലെ നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലല്ല. ഇറാഷണൽ നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസ് പലതും ലിമിറ്റഡ് ആണ്. ചില പ്രത്യേക കാര്യങ്ങൾ മാത്രമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. പല കാര്യങ്ങളും നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയേണ്ടി വരും. ഓക്കെ, സോ ഈ കാണുന്ന ഓപ്പറേഷൻസ് ഓരോന്നായിട്ട് നമുക്ക് എക്സാമ്പിൾസിലൂടെ ട്രൈ ചെയ്യാം. ഫസ്റ്റ് വൺ, √2 + √3, സ്ക്വയർ റൂട്ട് ഓഫ് 2 + സ്ക്വയർ റൂട്ട് ഓഫ് 3. ഈ കാണുന്ന ഓപ്പറേഷനിൽ √2 √3 കൂടെ ആഡ് ചെയ്യണം. √2ന്റെ വാല്യൂ, എക്സാക്ട് വാല്യൂ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അല്ലെങ്കിൽ നമുക്ക് അത് ഡെസിമൽ ആയിട്ട് √2ന്റെ വാല്യൂ നമ്മൾ ഏതാണ്ട് പറയാറുള്ള 1.414 ആണ്. പക്ഷെ അത് 414 എൻഡ് ചെയ്യുന്നില്ല, അത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് √2നെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. √3യും അങ്ങനെ തന്നെയാണ്. √3ന്റെ ഏതാണ്ട് വാല്യൂ 1.732 ആണ്. പക്ഷെ അത് അവിടെ നിൽക്കുന്നില്ല, അത് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന് നമുക്കൊന്നും ചെയ്യാനില്ല. ഈ കാണുന്ന സംഭവം ഇതിങ്ങനെ എഴുതി വെക്കാൻ നിവർത്തിയുള്ളൂ. അത് സബ്ട്രാക്ഷൻ ആണെങ്കിലോ, √2 - √3. √2 - √3 ഈ പറയുന്ന ഓപ്പറേഷൻ ആണെങ്കിലും അതിനും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ എഴുതി വെക്കാൻ നിവർത്തിയുള്ളൂ. ഈ കാണുന്ന നമ്പർ പോസിറ്റീവ് ആയിരിക്കും. √2 √3 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് എത്രയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഫിസിക്സിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ കാണുന്നതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ് പലപ്പോഴും യൂസ് ചെയ്യുക. അല്ലെങ്കിൽ √2 അങ്ങനെ തന്നെ ഉണ്ടാവും എല്ലാ ക്വസ്റ്റ്യൻസിലും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലൊക്കെ സൈന്, കൊസൈന്, സൈൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. നമ്മൾ അതങ്ങനെ ആ 1/√2 അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ, അല്ലാതെ നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇറാഷണൽ നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസ് ലിമിറ്റഡ് ആണ് എന്ന് പറയുന്നത്. അപ്പൊ √2 - √3 വരുന്ന സമയത്ത് ഇപ്പൊ √2 + √3 എന്ന് പറയുന്നത് 1.41 + 1.7 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മോർ ദാൻ 3 എന്ന് പറയാം. അതല്ലാതെ എക്സാക്ട് ഒരു വാല്യൂ ഡെസിമൽ നമ്പർ യൂസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ദേ ആർ ഇറാഷണൽ നമ്പേഴ്സ്. അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ് ഈ പറയുന്നത്. റെഡിയാണോ? അടുത്തത്, ഈ കാണുന്ന സബ്ട്രാക്ഷന്റെ കേസിൽ √2 ആണോ √3 ആണോ വലുത്? √3 ആണ്. സ്വാഭാവികമായിട്ട് ഈ നമ്പർ നെഗറ്റീവ് ആയിരിക്കും, അതും പറയാം. അതല്ലാതെ ഇതിനെ മറ്റൊരു ഫോമിലേക്ക്, ഇതാണ് അതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. റെഡി? √2 × √3. ഇവിടെ നമുക്ക് ചില ഓപ്പറേഷൻസ് പോസിബിൾ ആണ്. √2 × √3 എന്ന് പറയുന്നതിനെ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 2 × 3 എന്ന് എഴുതാം. ഇതിന്റെ അർത്ഥം ഈ കാണുന്ന സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് എഴുതാം. √2 × 3 എന്ന് പറയുന്നതിന് √2 × √3 എന്ന് എഴുതാം. അഥവാ ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 6. അതേസമയം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സ്ക്വയർ റൂട്ട് ഓഫ് 5നെ സ്ക്വയർ റൂട്ട് ഓഫ് 2 + 3 എന്ന് എഴുതാം. പക്ഷേ അത് ഒരിക്കലും √2 + √3 അല്ല. അങ്ങനെ എഴുതാൻ പാടില്ല. ഇറ്റ്സ് നോട്ട് ഈക്വൽ. √2 + √3 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് √5ന് ഈക്വൽ ആവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സ്ക്വയർ റൂട്ടിനെ നമുക്ക് മുറിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷൻ ആവണം. 2 × 3 ആണെങ്കിൽ നമുക്ക് അതിനെ √2 × √3 എന്ന് എഴുതാം. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 2 × സ്ക്വയർ റൂട്ട് ഓഫ് 3 എന്നതിനെ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 6 എന്ന് എഴുതാം. അത് ഡിവിഷനിലും പോസിബിൾ ആണ്. ഈ കാണുന്നതിനെ മൾട്ടിപ്ലിക്കേഷന്റെ ഓപ്പോസിറ്റ് പ്രോസസ് ആണ് ഡിവിഷൻ എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 / 3. ഓ, ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് അതിൽ ഇനി ചെയ്യാനൊന്നുമില്ല, സ്ക്വയർ റൂട്ട് ഓഫ് 2/3 എന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. അഥവാ ഡിവിഷൻ ആണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, സ്ക്വയർ റൂട്ട് ഓഫ് AB ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് A ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് B. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, പലപ്പോഴും മൾട്ടിപ്ലിക്കേഷനിൽ AB എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് A × B. മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പൽ നമ്മൾ
യൂസ് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അതിന് ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഡോട്ട് എന്നും യൂസ് ചെയ്യാറുണ്ട് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളതിന്. ഓക്കെ, സോ നമ്പേഴ്സ് ആകുമ്പോൾ ഇപ്പൊ 2 into 3 എന്നുള്ളതിനെ 2 3 എന്ന് എഴുതി കഴിഞ്ഞാൽ പറ്റില്ല. പക്ഷെ വേരിയബിൾസ് എയും ബിയും ആണെങ്കിൽ സിംപ്ലി എ ബി എന്ന് എഴുതിയാൽ മതി. ഇതിനെ 2 into 3 ആണെങ്കിൽ 2 into 3 തന്നെ എഴുതണം. ഓക്കെ, അല്ലെങ്കിൽ 2 3 എന്ന് എഴുതി കഴിഞ്ഞാൽ 23 എന്ന് വായിക്കും, അത് പറ്റില്ല. പക്ഷെ ഇവിടെ ഈ കാണുന്ന കേസിൽ നമുക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. റെഡിയാണോ? സോ സിംപ്ലി എ ബി, സ്ക്വയർ റൂട്ട് ഓഫ് എ ബി ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് എ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ബി. അതുപോലെ തന്നെ സ്ക്വയർ റൂട്ട് ഓഫ് എ ബൈ ബി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ബി. സോ മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ റൂട്ടുകളെ ആ നമ്പേഴ്സിനെ സെപ്പറേറ്റ് ആക്കി എഴുതാം. ഇതാണ് ഒരു റിസൾട്ട്. മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും മാത്രമേ ഇത് പാടുള്ളൂ, അഡീഷനിലും സബ്ട്രാക്ഷനിലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതാണ് നമ്മൾ ഈ കാണുന്ന എക്സാമ്പിൾസ് എന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അഡീഷനും സബ്ട്രാക്ഷനും അങ്ങനെ തന്നെ എടുക്കും. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് √6 എന്നും √2/3 എന്നും എഴുതാം. അതിന് കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാൻ ഇനിയും പറ്റില്ല, കാരണം ഈ കാണുന്ന √6 എന്ത് തന്നെയാണ്? ഡെഫിനറ്റ്ലി ഇറാഷണൽ നമ്പർ ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 12 കുറെ എക്സാമ്പിൾസ് ഉണ്ട്. സ്വന്തമായിട്ട് ട്രൈ ചെയ്യേണ്ട ആൾക്കാർക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 12 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഡെഫിനറ്റ്ലി ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 12 നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ കാണുന്നതിന്റെ വാല്യൂ ഇറ്റ്സ് ആൻ ഇറാഷണൽ നമ്പർ. ഇത് നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. അതെങ്ങനെ? ഇപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ച് സ്ക്വയർ റൂട്ട് ഓഫ് 12നെ സ്ക്വയർ റൂട്ട് ഓഫ് 4 into 3 എന്ന് എഴുതാലോ. ഈ കാണുന്നതിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാലോ. സ്ക്വയർ റൂട്ട് ഓഫ് 4 into സ്ക്വയർ റൂട്ട് ഓഫ് 3. വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 4? അത് നമുക്കറിയാം, ഇറ്റ്സ് 2 into √3. സോ ഇതിനെ നമ്മൾ 2√3 എന്ന് എഴുതും. സോ ഈ രീതിയിലുള്ള സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണ്. ഇതിന്റെ കാരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്ത്? ഈ കാണുന്ന സംഭവം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 32 നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് 32 ഈസ് ഈക്വൽ ടു, അപ്പൊ നമ്മൾ അതിൽ എന്താണ് സെർച്ച് ചെയ്യുന്നത്? 32നെ നമുക്ക് 16 into 2 എന്ന് എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് 16 into 2. ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 16 into സ്ക്വയർ റൂട്ട് ഓഫ് 2. ദിസ് ഈസ് ഈക്വൽ ടു 4√2. ബേസിക്കലി നമ്മൾ അതിൽ സെർച്ച് ചെയ്യുന്ന സംഭവം മറ്റൊന്നുമല്ല. നമ്മൾ അതിൽ സെർച്ച് ചെയ്യുന്നത് ഈ കാണുന്ന പെർഫെക്റ്റ് സ്ക്വയറുകൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അത് സ്ക്വയർ റൂട്ടിന് പുറത്ത് വരും. അതിന്റെ റൂട്ടായിട്ട് 4ന്റെ റൂട്ട് 2 ആണ് ഇവിടെ പുറത്ത് വന്നത്. അതുപോലെ തന്നെ 16ന്റെ റൂട്ട് 4 ആണ് ഇവിടെ പുറത്ത് വന്നത്. സോ അതുപോലെ ആണെങ്കിൽ ഇതിന്റെ ആൻസർ ഇനി ഒന്നും സിംപ്ലിഫൈ ചെയ്യാതെ പറഞ്ഞേ, 50 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ. അതിനകത്ത് നമുക്ക് എടുക്കാവുന്ന വലിയ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. 25 into 2 ആണല്ലോ. അപ്പൊ 25ന്റെ റൂട്ട് 5, 2 അങ്ങനെ തന്നെ റൂട്ടിനകത്തായിട്ട്. ദിസ് ഈസ് ഈക്വൽ ടു 5√2. ഓക്കെ, ഇതെങ്ങനെയാ വന്നത്? ഈ കാണുന്ന 50 നമുക്ക് എന്ത് എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് 25 into 2 എന്ന് എഴുതാം. ഈ കാണുന്ന 25 2 കൂടെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 25 is 5 into √2 അവിടെ ഇരിക്കും. ഈ കാണുന്നത് ഇറാഷണൽ നമ്പർ തന്നെയാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 200 പറഞ്ഞോ. 200 എന്നുള്ളത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതിൽ നമുക്ക് കിട്ടാവുന്ന ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുന്ന വലിയ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. 100 into 2 എന്ന് പറയുമ്പോൾ 10√2. സ്ക്വയർ റൂട്ടിനകത്ത് 100 into 2, 100ന്റെ സ്ക്വയർ റൂട്ട് 2, 10 into √2. സ്ക്വയർ റൂട്ട് ഓഫ് 4/9. സ്ക്വയർ റൂട്ട് ഓഫ് 4/9 ഡിവിഷൻ സെപ്പറേറ്റ് ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് 4 is 2, സ്ക്വയർ റൂട്ട് ഓഫ് 9 is 3. ഓക്കെ, അടുത്ത് കുറെ കൂടെ വലിയൊരു മൾട്ടിപ്ലിക്കേഷൻ ആണ്. ശ്രദ്ധിച്ചേ, അതിൽ ഓരോന്നും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലേ. 4, 144, 16. അപ്പോ ഈ കാണുന്നതിൽ ഓരോന്നിനും നമുക്ക് സ്ക്വയർ റൂട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് 2 into 144ന്റെ റൂട്ട് 144 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എന്തിന്റെ? 12 into 16ന്റെ റൂട്ട് 4. സോ ദിസ് ഈസ് 2 into 12, 24 into 4. 24 into 4 it's 96. ഇതൊരു ഇറാഷണൽ നമ്പർ അല്ല, ഇറ്റ്സ് എ റാഷണൽ നമ്പർ. 96 ആണ് ഇതിന്റെ വാല്യൂ. ഇതുവരെ നമുക്ക് കിട്ടിയതാ ഇതും റാഷണൽ നമ്പറാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 4/9 ഇതും റാഷണൽ നമ്പർ ആണ്. ബാക്കി ഇതാ ഈ കാണുന്ന രീതിയിൽ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഇറാഷണൽ നമ്പേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്പർ എന്താവണമെന്നില്ല, ഇറാഷണൽ ആവണമെന്നില്ല. നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാതെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് അത് ഇറാഷണൽ ആവുന്നത്. റെഡിയാണോ? അടുത്ത എക്സാമ്പിൾ. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇനി നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ഒക്കെ സിംപ്ലിഫൈ ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് അഡീഷൻ സബ്ട്രാക്ഷൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമുക്കൊരു വാല്യൂ കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ മുന്നേ പറഞ്ഞ ഈ കാണുന്ന √2 + √3 പോലെ അത്രയും സിംപ്ലിഫൈ ചെയ്ത് ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റാത്ത ഫോർമുല അല്ല നമ്മൾ ഇനി പറയാൻ പോകുന്ന എക്സാമ്പിൾസ്. ഈ എക്സാമ്പിൾ സ്ക്വയർ റൂട്ട് ഓഫ് 32 - സ്ക്വയർ റൂട്ട് ഓഫ് 18. ഇതിനെ
square root of 32 minus square root of 18. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? Square root of 32 എന്ന് പറയുന്നത് 16 into 2 ആണ്. 32 എന്ന് പറഞ്ഞാൽ 16 into 2 എന്ന് പറഞ്ഞാൽ that is actually 4 root 2 minus 4 root 2 minus square root of 18. 18 എന്ന് പറയുന്നതിലെ പെർഫെക്റ്റ് സ്ക്വയർ 9 into 2 ആണ് എന്ന് പറഞ്ഞാൽ this is actually 3 root 2. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്നതിന്റെ അർത്ഥം 4 root 2 നിന്ന് 3 root 2 സബ്ട്രാക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് എടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ഈ കാണുന്ന രണ്ടിലും root 2 എന്ന് പറയുന്ന നമ്പർ കോമൺ അല്ലേ? ഇറ്റ്സ് root 2 into 4 minus 3. അഥവാ 4 minus 3 is 1. The answer is root 2. 4 root 2 നിന്ന് 3 root 2 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get 1 root 2 അഥവാ root 2. സോ ഈ കാണുന്ന നമ്പർ ഇറാഷണൽ തന്നെയാണ് ഫൈനലി കിട്ടുന്നത്. ബട്ട് അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ചില നമ്പേഴ്സ് ഇറാഷണൽ ആണെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അടുത്തത് ഇതാ ഈ കാണുന്ന എക്സാമ്പിൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കാണുന്ന എക്സാമ്പിൾ സ്ക്വയർ റൂട്ട് ഓഫ് 75. 75ൽ നമുക്ക് കിട്ടാവുന്ന വലിയ പെർഫെക്റ്റ് സ്ക്വയർ ഫാക്ടർ ആയിട്ടുള്ളത് ഇറ്റ്സ് 25. 25 into 3 എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് 5 root 3. 25 into 3 ആണ് സ്ക്വയർ റൂട്ടിനകത്ത്. ആ കാണുന്ന സ്ക്വയർ റൂട്ട് ഓഫ് 25 5 ആണ്. 3 അങ്ങനെ തന്നെ ഇരിക്കും. പ്ലസ് 48 സ്ക്വയർ റൂട്ട് ഓഫ് 48. 48നകത്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന വലിയ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് അതിന്റെ ഫാക്ടർ ആയിട്ട് വരുന്ന വലിയ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഏതാ? 16. സോ ഇത് 16 into 3 ആണ് 48 എന്ന് പറഞ്ഞാൽ. 16 16 into 3 ആണ് 48 എന്ന് പറയുന്നത്. ഈ 16ന്റെ റൂട്ട് 4 into റൂട്ട് 3 അങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ, സോ 5 root 3 4 root 3 കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ root 3 കോമൺ ആയിട്ട് എടുത്ത് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 5 4 കൂട്ടിയാൽ 9. അപ്പൊ എത്ര root 3 ഉണ്ട്? 9 root 3. അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, 32 into square root of 32 into square root of 18. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ആണ്. വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 32? നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 4 root 2. സ്ക്വയർ റൂട്ട് ഓഫ് 18 എന്താണ്? ദാറ്റ് ഈസ് 3 root 2. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് യാതൊരു പ്രശ്നമില്ല. 4 root 2 3 root 2. ഈ കാണുന്ന 4 into 3 എത്രയാ? 4 into 3 എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് 12 into root 2 into root 2. എന്താ ഈ root 2 into root 2 എന്ന് പറഞ്ഞാൽ? ഈ കാണുന്ന root 2 into root 2 എന്ന് പറയുമ്പോൾ root 2ന്റെ സ്ക്വയർ അല്ലേ? വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് 2? അതായത് that will be equal to 2, that is 24. എങ്ങനെയാ ഈ സ്ക്വയർ റൂട്ട് ഓഫ് 2 into square root of 2 എങ്ങനെയാ 2 ആയത്? This would be square root of 2 into 2. So ഈ root 2 into root 2 എങ്ങനെയാണ് 2 ആയത്? root 2 into root 2 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇത് root 2ന്റെ സ്ക്വയർ ആണ്, അത് 2 ആണ്. അതിനെ നമുക്ക് വേറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഈ കാണുന്ന രണ്ട് സ്ക്വയർ റൂട്ടുകൾ മൾട്ടിപ്ലൈ ചെയ്യല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ സ്ക്വയർ റൂട്ട് ഓഫ് 2 into 2 എന്ന് കൊടുക്കാം. This would be square root of 4 which is equal to 2. അതാണ് നമ്മൾ ഈ കാണുന്ന 12 into 2. The answer is 24. Okay. So അടുത്തത് square root of 75 divided by square root of 18. ഈ കാണുന്ന square root of 75 എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. That was 5 root 3. This is 5 root 3. എങ്ങനെയാ അത്? 75 എന്ന് പറയുന്നത് 25 into 3 ആണ്. 25 into root 5 പുറത്തു വരും. Divided by square root of 48 എന്ന് പറയുന്നത് it's 4 root 3. Square root of 48 എന്ന് പറയുന്നത് 16 into 3. 16 into 3 ആണ് 48. സോ 16ന്റെ റൂട്ട് 4 താഴെ വരും. ഇനി നോക്കിയേ, ഇതിൽ കോമൺ ആയിട്ട് നമുക്ക് റൂട്ട് 3 അതായത് 5 root 3 ഡിവൈഡ് ബൈ 4 root 3 ആണ്. ഇത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പം ഇതിനെങ്ങനെ എഴുതിയാൽ മതി? 5 root 3 ഡിവൈഡഡ് ബൈ 4 root 3 എന്ന് പറയുമ്പോൾ ഈ കാണുന്ന root 3 രണ്ടിലും കോമൺ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 5 by 4. സോ അപ്പൊ ഈ കാണുന്ന നമ്പേഴ്സ് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 32 into 18, സ്ക്വയർ റൂട്ട് ഓഫ് 18 എന്ന് പറയുന്നത് ഇറാഷണൽ ആണെന്ന് തോന്നിക്കഴിഞ്ഞാലും ആൻസർ 24 റാഷണൽ നമ്പർ ആണ്. അതുപോലെ തന്നെ ഇവിടെയും നമ്പർ റാഷണൽ ആണ്. ഈ കാണുന്ന സ്റ്റെപ്സ് നമുക്ക് മറ്റൊരു രീതിയിലും സിംപ്ലിഫൈ ചെയ്യാം. അതായത് ഈ കാണുന്ന സ്ക്വയർ റൂട്ട് ഓഫ് 32 into സ്ക്വയർ റൂട്ട് ഓഫ് 18 എന്നതിനെ നമുക്ക് കോമൺ ആയിട്ട് ഒരു സിംഗിൾ സ്ക്വയർ റൂട്ടിനകത്ത് എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് 32 into സ്ക്വയർ റൂട്ട് ഓഫ് 18. ഈ കാണുന്ന 32 എന്ന് പറയുന്നത് it's 16 into 2. 18 എന്ന് പറയുന്നത് 9 into 2. ഇതില് 16 ഉം 9 ഉം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. 2 ഉം 2 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 16 into 9 into 4 എന്ന് എഴുതാം. അപ്പൊ ആ നമ്പേഴ്സ് എല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലേ? ദിസ് ഈസ് 4 into 3 into 2, 4 into 3 12 into 2, that is 24. അത് തന്നെയാണ് നമുക്ക് മുന്നേ കിട്ടിയത് ഈ കാണുന്ന ആൻസർ.
അതുപോലെ തന്നെ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 75 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 48 എന്നതിനെ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 75/48 എന്ന് എഴുതാം. ഇതിൽ രണ്ടിലും കൂടെ കോമൺ ആയിട്ട് നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി 25/16. 25 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 16 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇറ്റ്സ് വിൽ ബി 5/4. അതാണ് നമുക്ക് ഇവിടെ മുന്നേ കിട്ടിയ ആൻസർ 5/4. സോ ഈ കാണുന്ന രീതിയിലാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്പേഴ്സ് ഇറാഷണൽ ആണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാലും ഈ കാണുന്ന രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റാഷണൽ ആയിട്ട് ആൻസർ കിട്ടാം, ചിലപ്പോൾ ഈവൻ അത് ഇറാഷണൽ ആയിരിക്കും. അപ്പോൾ സബ്ട്രാക്ഷന്റെ കേസ് നമുക്ക് ഇറാഷണൽ തന്നെയാണ് കിട്ടിയത്, ഇവിടെ ഇറാഷണൽ ആണ് കിട്ടിയത്. പക്ഷേ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ വന്നപ്പോൾ റാഷണൽ ആയി. അതിന്റെ അർത്ഥം എപ്പോഴും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും വന്നാൽ റാഷണൽ ആവണം എന്നൊന്നുമില്ല. ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഇറാഷണൽ നമ്പേഴ്സ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ചില സിറ്റുവേഷൻസിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു സംഭവം ഈ കാണുന്ന സ്ക്വയർ റൂട്ട് ഓഫ് 2 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 3 എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അത് അങ്ങനെ വെക്കാനേ പറ്റുള്ളൂ. സോ അപ്പൊ ഇറാഷണൽ നമ്പേഴ്സ് കൈകാര്യം ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ വേണം. എന്തൊക്കെ അലൗഡ് ആണ്, എന്തൊക്കെ അലൗഡ് അല്ല എന്ന് കൃത്യമായിട്ട് അറിയണം. ഒരു സെറ്റ് എക്സാമ്പിൾസ് കൂടെ ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. അതിൽ ചെയ്യാനുള്ളത് ഇത് ഇറാഷണൽ നമ്പേഴ്സ് ആണ്, പക്ഷെ ഫ്രാക്ഷൻസ് കിടക്കുന്ന പോലെയാണുള്ളത്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രാക്ഷൻസിനെ എങ്ങനെയാണ് റാഷണൽ നമ്പേഴ്സിലെ ഫ്രാക്ഷൻസിൽ നമ്മൾ എങ്ങനെയാണോ മുന്നോട്ട് പോയത് അതേ സ്റ്റെപ്സ് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. AD plus BC divided by BD. So this is root 2 into root 3 plus 2 into 3 divided by 3 into root 3. So this is equal to root 2 into root 3 is root 6 plus 2 into 3 is 6 divided by 3 root 3. ഇനി വേണമെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മൾ ഡിസയർ ചെയ്യുന്നത് ഈ കാണുന്ന ഇറാഷണൽ പാർട്ട് താഴെ ഇല്ലാത്ത രീതിയിലാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ ഫോളോ ചെയ്യാം. ഞാൻ മുകളിലും താഴെയും ഒരു റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. സോ ദിസ് ഈസ് root 6 plus 6 into root 3 divided by 3 root 3. What is root 3 into root 3? That is 3. So 3 into 3 is 9. So ഇതിനെ ഒന്നുകൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ root 6 into root 3 എന്ന് പറഞ്ഞാൽ it will be root 18. എങ്ങനെയാ വന്നത് മനസ്സിലായല്ലോ? root 6 into root 3 അത് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ 3ഉം 6ഉം ഉള്ളിലാക്കി എടുക്കാം. പ്ലസ് 6 root 3 divided by 9. ഈ root 18 എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? It can be written as 3 root 2. Root 18 can be written as 3 root 2. Root 18 എന്ന് പറഞ്ഞാൽ 9 into 2 ആണ്. സോ 3 root 2 plus 6 root 3 divided by 9. സോ ഈ രീതിയിലേക്ക് നമുക്ക് അതിനെ മോഡിഫൈ ചെയ്തെടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ അടുത്ത എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? മേ ബി നിങ്ങൾക്ക് കിട്ടിയ ഫൈനൽ ആൻസർ ഈ ഫോമാറ്റിൽ ആയിക്കോളണമെന്നില്ല. നമ്മളത് എവിടേക്കാണ് എത്തിക്കേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ ചെയ്ത് കഴിഞ്ഞാലോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദിസ് വിൽ ബി root 3 plus root 2 divided by root 5. എങ്ങനെയാ? root 3 plus root 2 divided by root of 2 into root of 3. So this is, sorry, I made a mistake. ഈ കാണുന്നത് root of 2 into 3 ആണ് വരിക. അഥവാ this is root 3 plus root 2 divided by root 6. root 5 അല്ല, root 6. ശ്രദ്ധിക്കുക കേട്ടോ. സോ ഈ കാണുന്ന മുകളിലെ പാർട്ട് നോക്കിയാൽ root 3 plus root 2 അത് പ്രത്യേകിച്ച് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, നമ്മൾ ആദ്യത്തെ സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനി അതിൽ കൂടുതൽ ചെയ്യാനൊന്നുമില്ല. അപ്പൊ പല രീതിയിലേക്ക് നമുക്ക് അതിനെ മോഡിഫൈ ചെയ്തെടുക്കാം. മേ ബി ഇതിനെ നമുക്ക് ഇങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്തിടാം. സോ ഇതിൽ ഏതാണ് സിമ്പിൾ വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല. നമുക്ക് ഈ കാണുന്ന രീതിയിലേക്ക് അതിനെ മോഡിഫൈ ചെയ്യാം എന്ന് മനസ്സിലാക്കാം. ഒന്ന് രണ്ട് എക്സാമ്പിൾസും കൂടെ ബാക്കിയുണ്ടായിരുന്നു. This is square root of 3 into 18 divided by 2 into 72. ഈ കാണുന്നതിനെ നമുക്ക് ഫാക്ടേഴ്സ് കട്ട് ചെയ്യാൻ പറ്റുന്നതിനെ കട്ട് ചെയ്യാം. അപ്പോൾ 9 കൊണ്ട് 18 17 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ this would be 8 and this would be 2. So 8 into 9 ആണ് 72, 2 into 9 ആണ് 18. ഈ കാണുന്ന 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. So this will be square root of 3/18. എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ടിനകത്ത് തന്നെയാണ് ഈ കാണുന്ന ഫ്രാക്ഷൻസിനൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്. അതിൽ നമുക്ക് വേണമെങ്കിൽ ഈ കാണുന്ന root 8 എന്ന് പറയുന്നത് square root of 3/4 into 2 എന്ന് എഴുതാം. So what is square root of 4? It's 2. So this would be 1/2 into root of 3/2. ഓക്കെ. അതുപോലെ തന്നെ അടുത്തത് ഈ കാണുന്നതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഒന്ന് നോക്കിയേ. root 2 root divided by root 3 root 5 divided by root 6. ഈ കാണുന്നതും സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിക്ക് അപ്പുറം ഒന്നും ഇത് സിമ്പിൾ ആക്കാൻ പറ്റില്ല.
ഈ കാണുന്നതിന് നമുക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഈ കാണുന്നതിനെ റൂട്ട് ടു ഡിവൈഡഡ് ബൈ √3 പ്ലസ് √5 ഡിവൈഡഡ് ബൈ √6നെ √3 ഇൻറ്റു √2 എന്ന് എഴുതാം. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് ഈ കാണുന്ന രണ്ടിലും ഡിനോമിനേറ്ററിലുള്ള √3 കോമൺ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 1/√3 കോമൺ ആയിട്ട് എടുക്കാം. സോ ബാക്കി എന്താ ഉള്ളത്? √2 പ്ലസ് √5 ഡിവൈഡഡ് ബൈ √2. അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ 1/√3 ഇൻറ്റു ഇവിടെ നമ്മൾ ആ റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ √2 ഇൻറ്റു √2 2 പ്ലസ് 1 ഇൻറ്റു √5 ഡിവൈഡഡ് ബൈ √2. സോ ഇറ്റ്സ് അഗെയിൻ √2 ഇൻറ്റു √3 √6 തന്നെ. സോ 2 പ്ലസ് √5 ഡിവൈഡഡ് ബൈ √6. റെഡിയാണോ? ഈ രീതിയിലൊക്കെ ഉള്ള ഓപ്പറേഷൻസ് ആണ് ഇറാഷണൽ നമ്പേഴ്സിന് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ബേസിക് ആൾജിബ്രായിക് ഓപ്പറേഷൻസ് നമുക്ക് പറയാനുള്ള കാര്യം നമ്പേഴ്സിന്റെ പവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ കാണുന്ന പവറിന്റെ കേസിലുള്ള ചില റിലേഷൻസും കാര്യങ്ങളും ആണ് അടുത്ത സെഷനിൽ നമുക്ക് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.